ഹായ് എവരി വൺ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മീരയാണ്. മീര ഇവിടെ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിൽ PhD ചെയ്യണം. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മീരനോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് PhD ഈ എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിൽ എങ്ങനെയാണ് PhD, എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുക, എന്തൊക്കെയാണ് അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മീര, നിനക്ക് ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ എന്താണ്, ഏതിലാണ് PhD ചെയ്യുന്നത്, ടോപ്പിക് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ. ഞാനിവിടെ മൊണാഷിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ PhD സ്റ്റുഡൻ്റ് ആണ്. ക്ലൈമറ്റ് സയൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. എവിടെ നാട്ടിലെവിടെ സ്ഥലം? നാട്ടിൽ എറണാകുളം. അപ്പോൾ എന്താ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും? എൻ്റെ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ചെയ്തത് ഐസർ പൂനെയിലാണ്. അവിടെ ഫിസിക്സിലായിരുന്നു മേജർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറൊരു മാസ്റ്റേഴ്സ് ചെയ്തു അറ്റ്മോസ്ഫിയറിക് സയൻസിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് സയൻസിലാണ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ കിട്ടാൻ എന്താണ് ഇപ്പോൾ ക്രൈറ്റീരിയ, എന്തായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു? അഡ്മിഷൻ കിട്ടണമെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണം. നല്ല മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും വേണം ഈ ക്ലൈമറ്റ് സയൻസ് PhDക്ക്. ഓക്കെ. സോ അപ്പോൾ ഈ എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ കേസ് മാത്രമല്ല പറയുന്നത്, ഇപ്പം നമുക്ക് ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഈ ഏത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുള്ളത് അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ് ഇവിടെ മൊണാഷിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ PhD ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ്? PhD എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ്. ഇവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര വെൽക്കമിങ്ങും കോപ്പറേറ്റീവും ഒക്കെയാണ്. അപ്പോൾ ഒരു നല്ല എൻവയൺമെൻ്റ് ആണ് പഠിക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ. ഓക്കെ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് നോക്കി കുറച്ച് എക്സ്പീരിയൻസ് അവരുടെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ടാകുമല്ലോ, ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന PhD ചെയ്യുന്നവരുടെ. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ഇവിടുത്തെ PhD പ്രോഗ്രാം ഇന്ത്യയിലെ പ്രോഗ്രാമിനേക്കാളും ഷോർട്ടറാണ്. ഇന്ത്യയിലെ പ്രോഗ്രാം 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം എടുക്കും. ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 3 to 4 ഇയേഴ്സിൽ PhD കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇന്ത്യയിൽ എല്ലാ സബ്ജക്റ്റിനും ഉണ്ടോയെന്ന് അറിയില്ല, 1 വർഷം റിഗറസ് കോഴ്സ് വർക്ക് ഒക്കെ ഉണ്ട് ഇന്ത്യയിലെ ചില PhD പ്രോഗ്രാമിന്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എത്ര കോഴ്സുകൾ നമുക്ക് ചെയ്യാം എന്നുള്ളത്. ഓക്കെ. സോ ഇപ്പോൾ പറഞ്ഞു നമുക്ക് ഫിസിക്സിൻ്റെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ബാക്ക്ഗ്രൗണ്ട് വേണം ഈ ഒരു ഏരിയയിലേക്ക് വരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വേറെ വല്ല ക്രൈറ്റീരിയാസ് ഉണ്ടോ? വല്ല പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇത്ര % മാർക്ക് വേണം, ആ ഒരു രീതിയിൽ എന്തെങ്കിലും? അങ്ങനെ സ്പെസിഫിക്കലി അഡ്മിഷൻ ഇതിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്താ സൂപ്പർവൈസറിന് എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും PhD പ്രോഗ്രാമിൽ. കാരണം നമ്മൾ പബ്ലിക്കേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് PhD ചെയ്യുന്ന ആൾക്കാർക്ക്. എന്തായാലും റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് എന്തായാലും റിസർച്ച് ചെയ്ത എക്സ്പീരിയൻസ് വേണം. അപ്പം മാസ്റ്റേഴ്സ് സമയത്ത് എന്തെങ്കിലും റിസർച്ച് പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഒരു കാര്യമായിരിക്കും. ഓക്കെ. സോ ഇത് നമ്മുടെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് വല്ല ഇയർ ഗ്യാപ്പ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ? അങ്ങനത്തെ പ്രശ്നങ്ങളില്ല തോന്നുന്നു. കാരണം നമ്മൾ ആ സമയം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, റിസർച്ച് ഇൻറ്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. സോ ഈ ഒരു ഫീൽഡിൽ PhD ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഒരു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ജോബ് പ്രോസ്പെക്ട്സ് ഉള്ളതാണ്. ഇവിടെയാണെങ്കിലും വേറെ സ്ഥലത്താണെങ്കിലും പുറത്താണെങ്കിലും. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയത് കാരണം അതിൽ റിസർച്ച് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഓവറോൾ എങ്ങനെ PhD ചെയ്യാൻ ഈ ഒരു ടോപ്പിക് എങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണോ അതോ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്? ഡിഫിക്കൽട്ടി ലെവൽ അത്യാവശ്യം നല്ല ഫിസിക്സും മാത്സും ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് കുറച്ചും കൂടെ ഒരു അപ്ലൈഡ് ഫിസിക്സ് ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ പുതുതായിട്ട് ഒരാൾ വരികയാണ്, ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ എന്താണ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിൽ PhD ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്താണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവരുടെ ബേസിക്സ് ഒക്കെ നല്ലതായിട്ട് വെക്കുക. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അഡാപ്റ്റബിൾ ആയിരിക്കണം. നമുക്ക് പുതിയൊരു പ്രോബ്ലം തരുമ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ റെഡി ആയിരിക്കണം. പിന്നെ കോഡിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും.
ഓക്കെ, ഇതാണല്ലോ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിൽ PhD ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ എന്തായാലും ഉപകാരമായിരിക്കും. കാരണം ഏകദേശം എല്ലാ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസും കാര്യങ്ങളും വേണ്ടത്, പിന്നെ ഇവിടെ PhD ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇമ്പോർട്ടൻസും എന്താണ് അഡ്വാൻറ്റേജ്, അപ്പോൾ എങ്ങനെയുണ്ട് ഓവറോൾ എക്സ്പീരിയൻസ് മൊണാഷ് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ PhD ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.